സോ ഗേസ് നമ്മളിതാ 765 എടുക്കാൻ പോവാണ്. വണ്ടി ഭയങ്കര നിമ്പിളാണ് കേട്ടോ. നമ്മൾ ചെറിയ CCയുടെ ഒരു വണ്ടി എടുത്ത് പോകുന്ന ഒരു ഇത്, പക്ഷെ പവർ നല്ല സുഖം കേട്ടോ. ഒരു രക്ഷയില്ല, ഓടിക്കാൻ അടിപൊളി, നല്ല സ്മൂത്തും. ക്വിക്ക് ഷിഫ്റ്റൊക്കെ എന്താ സ്മൂത്ത്, അപ്പും ഡൗണും പൊളി. നമുക്ക് സ്ട്രെയിറ്റ് റോഡില്ലാത്തതുകൊണ്ട് കൈ കൊടുക്കാൻ പറ്റില്ല, പക്ഷേ നേക്കഡ് ബൈക്സ് ഇങ്ങനത്തെ കയറിയ റോഡുകളിൽ അടിപൊളി കേട്ടോ, ഒന്നും പറയാനില്ല. ക്വിക്ക് ഷിഫ്റ്റ് ഒരു രക്ഷയില്ല, അടിപൊളി സാധനം. അപ്പ് പൊളി, ഡൗൺ ചെയ്ത് ഇച്ചിരി ടൈറ്റ്നെസ് എനിക്ക് ഇടയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ. സോ ഗേസ് നമ്മളിതാ 765 എടുക്കാൻ പോവാണ്. വണ്ടി ഭയങ്കര നിമ്പിളാണ് കേട്ടോ. നമ്മളിപ്പോൾ എന്താ പറയുക, ജസ്റ്റ് ഒരു ഭയങ്കര നിമ്പിള്. നമ്മൾ ചെറിയ CCയുടെ ഒരു വണ്ടി എടുത്ത് പോകുന്ന ഒരു ഇത്, പക്ഷെ പവർ നല്ല സുഖം കേട്ടോ. ഒരു രക്ഷയില്ല, ഓടിക്കാൻ അടിപൊളി, നല്ല സ്മൂത്തും. ക്വിക്ക് ഷിഫ്റ്റൊക്കെ എന്താ സ്മൂത്ത്, അപ്പും ഡൗണും പൊളി. നമുക്ക് സ്ട്രെയിറ്റ് റോഡില്ലാത്തതുകൊണ്ട് കൈ കൊടുക്കാൻ പറ്റില്ല, പക്ഷേ നേക്കഡ് ബൈക്സ് ഇങ്ങനത്തെ കയറിയ റോഡുകളിൽ അടിപൊളി കേട്ടോ, ഒന്നും പറയാനില്ല. ക്വിക്ക് ഷിഫ്റ്റ് ഒരു രക്ഷയില്ല, അടിപൊളി സാധനം. അപ്പ് പൊളി, ഡൗൺ ചെയ്ത് ഇച്ചിരി ടൈറ്റ്നെസ് എനിക്ക് ഇടയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ.
സമയം എത്രയായി? 9:39. 11 മണിയാകുമ്പോൾ എത്തണ്ടേ? ഇവിടെ ഒരു അടിപൊളി ബോട്ടിംഗ് ഉണ്ടായിരുന്നു. മറ്റേ കയാക്കിങ് ഇല്ലേ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം പോവാം. ഏത് ആണോ? അടിപൊളിയല്ലേ? മുഴപ്പിലങ്ങാടല്ലേ? ആ ആണല്ലേ? അത് അവരുടെ പരിപാടിയാ? എവിടുന്നാ ഫുഡ് കഴിക്കണ്ടേ? ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, എന്നാ നേരെ പോവാല്ലേ? Crazy bike, man, crazy. Look at that shift. Crazy.
അവനുണ്ടോ? ഓള ഉറങ്ങുവാണോ? ഇവിടുന്ന് ഞാൻ ടയർ എടുക്കുന്നത് ഫ്രണ്ടിന്റെ വീടാ ഇവിടുന്ന് ടയർ എടുക്കുന്നത്. വന്നപ്പോ ഒന്ന് അല്ല, അവനൊരു ഹിമാലയനാ ഉള്ളത്, നമ്മുടെ വണ്ടിയില്ല. എങ്ങനെയുണ്ട്? ആണല്ലേ? ആ അതെ അതെ. ഏതാ ബ്രേക്ക്? ആ ബ്രേക്കിങ്ങാ? ആ ഇതാ. പക്ഷെ ഇത് നല്ലുണ്ട്. എൻ്റെ ബാക്ക് പക്ഷെ ഇതിൻ്റെയൊക്കെ ബാക്ക് ബ്രേക്ക് പിന്നെ നല്ല അടിപൊളിയായിട്ട്, ബാക്ക് ബ്രേക്കേ അടിപൊളിയായിട്ട് പിടിച്ചാൽ ആ ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ. ആ ഒരു ഉപാഞ്ചിയോ? ഇതൊന്ന് ഇച്ചിരി മുകളിലേക്ക് എടുത്ത് തരാമോ? ഇത് ആ ഓക്കെ. ഞാൻ ആദ്യം ബാക്ക് ബ്രേക്ക് ഓടിക്കില്ല, അപ്പം ഈ ട്രാക്കിൽ ഓടിക്കുന്ന ടീം ആക്ച്വലി ബാക്ക് ബ്രേക്ക് ടച്ച് ചെയ്യും, എന്നിട്ട് ഫ്രണ്ടും കൂടി ഉണ്ടാവും. ഫ്രണ്ടും കൂടെ നല്ല സ്പീഡ് പോകുമ്പോൾ ബാക്ക് ബ്രേക്ക് അടിക്കുമ്പോൾ വണ്ടി ഓൾറെഡി ഒന്ന് സ്കിഡായിട്ട് ചെരിഞ്ഞു തരും. അതെ അതെ എക്സാക്ട്ലി. നമുക്ക് അതിനല്ല, നമുക്ക് അറ്റ്ലീസ്റ്റ് ബാക്ക് ബ്രേക്ക് കൂടി പിടിക്കുമ്പോൾ സ്റ്റോപ്പിംഗ് പവർ കുറച്ചും കൂടി കിട്ടും. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടാണ്. എൻ്റെ ബാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേരിന് വേണ്ടി മാത്രം, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടോ, ഞാൻ പിടിക്കുമ്പോൾ തന്നെ ആ ഫീൽ ഓടിക്കാൻ. ആ തുടക്കത്തിൽ ആ ക്രൂസ് ഷിഫ്റ്റിൻ്റെ ആയതുകൊണ്ടല്ലോ, ആ ഇപ്പൊ സ്മൂത്തായി. നേരത്തെ ആദ്യം എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു നമുക്ക് ഇത് പിടിക്കുമ്പോൾ ചിലപ്പോൾ ഇത് കറക്റ്റായിട്ടാവുള്ള ഇത് അങ്ങ് കിട്ടിയില്ല. തുടക്കം ആ കുറച്ച് റണ്ണായി കഴിയുമ്പോഴത്തേക്കും വണ്ടി കയ്യിലങ്ങ്. ഞാനും ആദ്യം പ്രശ്നം തന്നെന്ന് വെച്ചാൽ ത്രോട്ടിൽ അറിയാണ്ട് കട്ടായി പോകും, അങ്ങോട്ട് ഗിയർ മാറ്റുമ്പോൾ ത്രോട്ടിൽ വിടും. ആ പക്ഷെ ഞാൻ അത് കിട്ടിയിട്ടില്ല. അല്ലല്ല, അപ്പ് ചെയ്യുമ്പോൾ ബ്രോ പറഞ്ഞ പോലെ ടോട്ടൽ കട്ട് ചെയ്തിട്ടില്ല, കറക്റ്റായിട്ട് ഷിഫ്റ്റ് കറക്റ്റായിട്ട് പോയി. എനിക്ക് ആകെപ്പാടെ തോന്നിയത് ചിലപ്പോൾ അത് ഡൗൺ ചെയ്യുമ്പം എനിക്കൊരു ഇച്ചിരി ആവാത്തതുകൊണ്ടായിരിക്കും. ഓക്കെ, ആ കറക്റ്റ് ടൈമിംഗ് ഉണ്ട്. ആ ടൈമിങ് പിന്നെ എനിക്കൊരു കുറച്ച് RPM നിന്ന് ലെസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാറ്റാൻ നമുക്കൊരു മനസ്സിനൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ക്ലച്ച് ആണോ? ഞാനൊരു എനിക്ക് തോന്നുന്നൊരു 40 ഒരു 35 അല്ലെങ്കിൽ താഴേക്ക് വരുമ്പോഴത്തേക്കും പിന്നെ ക്ലച്ച് യൂസ് ചെയ്യും. അപ്പോൾ അടിപൊളി. മറ്റേത് കറക്റ്റായിട്ട് നമുക്ക് ഇത് RPM കിട്ടാത്തതുകൊണ്ടാണ് യൂസ്ഡ്. എന്നാലും വലിയ സീനില്ല. എനിക്ക് തുടക്കത്തിൽ ഇച്ചിരി ഇതായിരുന്നു, പക്ഷെ പിന്നെ